ഹലോ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൈസിന്റെ റെസിപ്പിയാണ്. വെജിറ്റബിൾ ബിരിയാണി എന്നൊക്കെ ഇതിനെ നിങ്ങൾക്ക് വിളിക്കാം. ഇതിപ്പോ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ ഉള്ള ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾ സാധാ ചോറുണ്ട് മടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വെറൈറ്റി വേണമെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ എല്ലാവരും വീട്ടിൽ കാണുന്നത് തന്നെയായിരിക്കും. ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് അരിയാണ്. ഞാൻ ഇവിടെ സെല്ല റൈസ് ആണ് എടുത്തേക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ സെല്ല റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസുമതി റൈസ് ആണെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരി കുതിർത്ത് വെക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുവാണ്. ഇപ്പൊ ഞാൻ അരിയെല്ലാം നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ഉണക്കനാരങ്ങ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഏലക്ക, 12 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ആ വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണക്കനാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം കുറച്ച് നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാവേ. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു തവി വെച്ച് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അരി ഒന്നും അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുവേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു മൂടി വെച്ച് കവർ ചെയ്തിട്ട് അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഇപ്പൊ ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയി. നമ്മുടെ അരി എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവേ. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് നമുക്ക് അതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിന്റെ മേലെ കൂടെ കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അരി കൂടുതൽ അങ്ങ് വെന്ത് പോവില്ല. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ നെയ്യാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒത്തിരി നെയ്യ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പൊ നെയ്യും എണ്ണയും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പട്ടയാണ്, പിന്നെ ഒരു 4 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം തന്നെ ചേർക്കണം, അപ്പോഴാണ് അതിനൊരു നല്ലൊരു ഫ്ലേവർ വരുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഇത് ചേർത്ത സമയത്ത് പിന്നെ നമ്മൾ സ്റ്റൗവിന്റെ ഫ്ലെയിം അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് ആ പെരിഞ്ജീരകത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണേ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചച്ചൊവ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഏകദേശം 1 മിനിറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചവ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെജിറ്റബിൾ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയെ. ഇതൊന്നും മൊത്തം കുക്കാക്കി നന്നായിട്ട് അങ്ങ് വഴറ്റേണ്ട കാര്യമില്ല. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പട്ടാണി ഉണ്ടെങ്കിൽ പട്ടാണി നമ്മൾ ആ വെജിറ്റബിൾ ചേർത്ത സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ചേർക്കണ്ട, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ക്യാരറ്റും ബീൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു മീഡിയം സൈസിലെ സവോളയാണ്, അതിന്റെ 1/4 ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/4 കപ്പ് കാഷ്നട്ടും 1/4 കപ്പ് ഉണക്കമുന്തിരിങ്ങയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്.
പഞ്ചസാര അതിൽ കൂടുതൽ ചേർക്കണ്ട. എന്നിട്ട് ആ കാഷ്നട്ടിന്റെ കളർ ഒന്ന് ലൈറ്റ് ആയിട്ട് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം കാഷ്നട്ടിന്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ റൈസിന് ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നത്. വേറൊന്നുമല്ല, തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. പശുമ്പാൽ ചേർക്കല്, തേങ്ങാപ്പാൽ തന്നെ ചേർക്കാൻ നോക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് പൗഡറാണ് എടുത്തേക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ എടുത്ത് കലക്കിയതാട്ടോ 1/2 കപ്പ് വെള്ളത്തിനകത്ത്. അപ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ 1/2 കപ്പ് പാലങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക. ആ വെജിറ്റബിളിനകത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ തന്നെ എടുക്കുന്നതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയതുകൊണ്ടാണ് ചേർത്തതിന് ശേഷം കാണിച്ചത് കേട്ടോ. അപ്പൊ നമ്മൾ ആ വെജിറ്റബിളിന്റെ അകത്തോട്ട് നമ്മൾ ആ റൈസ് ചേർത്ത് എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ച് മിക്സ് ചെയ്യുക. ഇതുപോലത്തെ ഒരു സ്പാച്ചില, തടിയുടെ സ്പാച്ചില വെച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അരി അങ്ങ് കണ്ടമാനം അങ്ങ് പൊട്ടിപ്പോവില്ല. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവേ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് തുറന്നു നോക്കി. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഇട്ടാ വരുന്നത്. ഇപ്പൊ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യം തന്നെ ഒന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.